കൊണ്ട് ചെയ്തതാണ്. നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും കർത്താവിന് മുമ്പിൽ വന്ന് നമ്മൾ മുട്ടുമടക്കി, കർത്താവെ ഞാൻ അറിയാതെ ഞാൻ ഇന്നത് സംസാരിച്ചു പോയി, അറിയാതെ ഞാൻ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിച്ച് എൻ്റെ കർത്താവ് എനിക്ക് എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്നെ അനുദിനവും എന്നെ നിറയ്ക്കണം. നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബലവും ശക്തിയില്ലാതെ നമുക്ക് ഈ ലോകത്ത് നിൽക്കാൻ പറ്റത്തില്ല. പിശാചിൻ്റെ ലോകത്തിലാണ് നമ്മളെ ദൈവം വിളിച്ച് തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത്. പിശാചുകളുടെ കോട്ടയ്ക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം എന്തുമാത്രം നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാട്ടി നമ്മളോട് പറയുക, നിങ്ങൾ അവരെ പോലാകരുത്. നമ്മൾ അത് തന്നെ ഈ 1-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത്, നിങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, നടക്കണം, ഇരിക്കണം, പോകണം. അപ്പോൾ അതൊരു ഒരു ഉടമ്പടിയാണ് ദൈവം നമ്മളോട് ചെയ്യുന്നത്. ആ 1-ാം സങ്കീർത്തനം തന്നെ നമ്മൾ പഠിച്ചു വരുമ്പം അത് വലിയൊരു ഉടമ്പടിയാണ് വിശ്വാസികളായ നമ്മളോട് ചെയ്യുന്നത്. ജാതികളോടല്ല ചെയ്യുന്നത്, വിശ്വാസികളായ മക്കൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയാണ് ആ ദൈവം ചെയ്യുന്ന ആ ഉടമ്പടി. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നിന്റെ ദൈവമായ ആവർത്തനം 28-നകത്തും പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികളെക്കാൾ ഉന്നതമാക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഉന്നതമാക്കും വിചാരിക്കുമോ നമുക്ക് ഒത്തിരി സമ്പത്ത് തരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അങ്ങ് വലുതാക്കും, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്യുമായിരിക്കും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആ സമ്പത്താണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്, ആത്മീയമായ സമ്പത്ത്. ഈ ആത്മീയമായ സമ്പത്ത് എല്ലാവർക്കും കിട്ടുന്നതല്ല.